ഡിഎസ്പിമാര് SHOമാര് ഓൾ സ്റ്റാഫ് അറിഞ്ഞിരിക്കാനുള്ളതാണ്. പരമാവധി നടപടിക്രമം പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്. മുഖ്യമന്ത്രിയുടെ മീറ്റിംഗും അതുപോലെ തന്നെ ADGP ലോ ആൻഡ് ഓർഡറിന്റെ മീറ്റിംഗും ഉണ്ടായിരുന്നു. നാളെ മുതൽ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ള പോലെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതുവരെയുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അധികവും വാണിംഗ് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇനി സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് നിർബന്ധമായിട്ടും വേണം. ഹലോ, കടിഞ്ഞിറ പോലീസ് സ്റ്റേഷൻ. ആ CSR ഉണ്ടല്ലോ, മെഡിക്കൽ കോളേജിലോ? എന്തു പറ്റി? ആ അതെ അതെ, പറയാം സാറോട് പറയാം. ഓ ശരി ശരി. സാറേ, മെഡിക്കൽ കോളേജിൽ നിന്ന് സൂപ്രണ്ട് വിളിച്ചിരുന്നു. സാറിൻ്റെ അർജൻറ്റായിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ചെല്ലാൻ പറഞ്ഞു. സാറിപ്പോൾ എവിടെ ഉള്ളത്? ആ കേസൊക്കെ നമ്മൾ 2015 തന്നെ ക്ലോസ് ചെയ്ത കേസല്ലേ സാറേ? ആ ഞാൻ CSR വരുന്നുണ്ട്, ഞാൻ തിരിച്ചു വിളിക്കാം. ഷാജി, പോകണം. ആ പ്രദീപ് എവിടെ? ഇപ്പോൾ പുറത്തിറങ്ങിയുള്ളൂ സാറേ, ചായ കുടിക്കാനുള്ളൂ. ഹലോ സാറേ, പ്രദീപ് എവിടെ ഉള്ളത്? ആ മെഡിക്കൽ കോളേജ് വരെ ഒന്ന് പോകണം. എൻ്റെ പേര് ശിവദാസ് എന്നാണ്. കാക്കനാട് ടൗണിൽ നീതി മെഡിക്കൽസ് നടത്തുന്ന ആളാണ്. ഞാനധികം കണ്ടു പരിചയമില്ലാത്ത, എവിടെയും കാണാത്ത ഒരാൾ 4-5 തവണ എൻ്റെ കടയിൽ വന്നു. അയാളൊരു മരുന്ന് തേടിയിട്ടാണ് സാറേ വന്നത്. സർജറി സമയത്ത് ഡോക്ടേഴ്സ് പേഷ്യൻസിൻ്റെ മസിൽസ് ലൂസാവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരം മരുന്നാണത്. 4 ml കൂടുതലായി കഴിഞ്ഞാൽ അതിന് കില്ലർ മെഡിസിൻ എന്നാ പറയും. ആ മരുന്ന് തേടിയാ സാറേ അയാൾ വന്നത്. 4-5 തവണ അയാൾ വന്നപ്പോൾ ഞാൻ അയാളോട് പ്രിസ്ക്രിപ്ഷൻ ആവശ്യപ്പെട്ടു. ഏത് ഡോക്ടറുടെ ട്രീറ്റ്മെൻ്റ് ആണെന്ന് അന്വേഷിച്ചു. ഇനി മുതൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് തരില്ലെന്ന് പറഞ്ഞപ്പോൾ അയാളാകെ വയലൻ്റായി. അയാളുടെ കയ്യിലിരുന്ന ഹെൽമെറ്റ് വെച്ച് എൻ്റെ തലയ്ക്കടിച്ചു സാർ. അത് കഴിഞ്ഞ് എൻ്റെ തലയിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് തുടങ്ങിയപ്പോൾ അയാളൊരു തരം വൈബ്രേഷൻസ് പുറപ്പെടുവിക്കാൻ തുടങ്ങി. അയാളൊരു ആൻറ്റി സോഷ്യൽ ഡിസോർഡർ ബാധിച്ച ആളാണ്, ഒരു തരം സൈക്കോപാത്ത്. അയാളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം സാറേ. ഓക്കെ കൂൾ ഡൗൺ. നിങ്ങളുടെ ഷോപ്പ് എവിടെയാണെന്നാണ് പറഞ്ഞത്? കാക്കനാട് ടൗണിലാണ് സാറേ. അയാളുടെ വണ്ടി നമ്പറോ അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല സാറേ. അയാൾ 4-5 തവണ ഷോപ്പിൽ വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ആ. അപ്പോഴൊക്കെ അയാൾ മരുന്ന് മേടിച്ചിട്ടുണ്ടോ? അതെ സാർ. അതിൻ്റെയൊക്കെ ബില്ല് കൊടുത്തിട്ടുണ്ടോ? ഉണ്ട് സാറേ. അങ്ങനെയെങ്കിൽ കടയിൽ വിളിച്ചു പറഞ്ഞ് അയാൾക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ മരുന്നിൻ്റെയും ബില്ലിൻ്റെ ഡീറ്റെയിൽസ് ഉടൻ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്യാൻ പറയും. ഹലോ രമേശാ,
സാർ ആ ബില്ലിൻ്റെ ഡീറ്റെയിൽസ്. ഡിസംബർ 23, ഡിസംബർ 27, ഡിസംബർ 29, ജനുവരി 1. സൈബർ സെല്ലിൽ വിളിച്ചിട്ട് ഡിസംബർ 23, 27, 29, ജനുവരി 1 എന്നീ ഡേറ്റുകളിൽ കാക്കനാട് ടൗണിൽ കോമൺ ആയിട്ടൊരു നമ്പർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കും. ഈ ബില്ല് ഡേറ്റും ടൈമും വെച്ചിട്ട് അത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ നമ്പറിൻ്റെ പ്രസൻറ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കണം. അത് ആരുടെ ഐഡിയിൽ നിന്നാണെന്ന് കണ്ടുപിടിക്കണം. ഹലോ, ആ ടവർ ലൊക്കേഷൻ കാക്കനാട്. സാറേ, നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്പർ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. 9846101711 എന്ന നമ്പറാണ്. ID വരുന്ന ഒരു സാമുവൽ ജോണിൻ്റെ പേരിലാണ്. അതിൻ്റെ പ്രസൻറ്റ് ലൊക്കേഷൻ അവൈലബിൾ ആണോ? പ്രസൻറ്റ് ലൊക്കേഷൻ അവൈലബിൾ അല്ല സാർ. സാർ, ലാസ്റ്റ് ലൊക്കേറ്റ് ആയിട്ടുള്ളത് ടൗൺ മാർക്കറ്റിലാണ്. സാർ, അത് മാത്രമല്ല, അയാൾ 2016 ഫേസ്ബുക്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാട്ടിഞ്ചിറ പള്ളിയിലെ അച്ഛൻ്റെ ഫോട്ടോ ആണ്, ഫാദർ കുര്യാക്കോസ്. അത് ഞാൻ സാറിന് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ഷാജി, വണ്ടി നേരെ മാർക്കറ്റിലേക്ക് പോട്ടെ. ഇയാളെ മാർക്കറ്റിൽ എവിടെയെങ്കിലും വെച്ചോട്ടുണ്ട്? ആ സാറേ, ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ഇവിടെ മാർക്കറ്റിലെ ചുരട്ടം കണ്ടിട്ടുണ്ട്. അതുപോലെ കാട്ടിഞ്ചിറ പള്ളിയിലെ ചുരട്ടം കണ്ടിട്ടുണ്ട്. സാറേ, ഇയാളെ പറ്റിയിട്ട് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കാട്ടിഞ്ചിറ പള്ളി ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. അപ്പോൾ തങ്കച്ചോ, അടുത്ത മാസം നല്ലൊരു ദിവസം നോക്കിയിട്ട് മനസ്സമ്മതം മിന്നുകെട്ടും നമുക്ക് വലിയ വളി വെച്ച് നടത്താം. തങ്കച്ചൻ വേണ്ടത് എന്താ വെച്ചാൽ ചെയ്തോളൂ. ചെറുക്കൻ്റെ വീട്ടുകാരായിട്ട് സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ ഞാൻ അച്ഛനറിയാം. ശരി തങ്കച്ചോ, അങ്ങനെ ആയിക്കോട്ടെ. അച്ചോ, നമസ്കാരം. നമസ്കാരം. അച്ചോ, ഞങ്ങളുടെ കേസിൻ്റെ ഭാഗമായിട്ട് ഒരാളെ പറ്റി അന്വേഷിക്കാൻ വന്നതാണ്. ഒരു സാമുവൽ ജോൺ. അയാൾ നമ്മുടെ പള്ളിയുടെയും മാർക്കറ്റിൻ്റെയൊക്കെ പരിസരത്ത് പല പ്രാവശ്യം വന്നു പോയതായിട്ട് ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല അച്ചോ, അയാളുടെ സോഷ്യൽ മീഡിയ പരിശോധിച്ചപ്പോൾ ഫേസ്ബുക്കിൽ അച്ഛൻ്റെ ഒരു പഴയ ഫോട്ടോ അയാൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഫോട്ടോ. അച്ഛൻ എത്ര കാലമായിട്ട് കാട്ടിച്ചിറ പള്ളിയിലുണ്ട്? ഞാൻ ഏകദേശം 2016 മുതൽ കാട്ടിച്ചിറ പള്ളിയിലുണ്ട്. ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് ഇയാളെ പറ്റിയിട്ടാണ്. സാമുവൽ ജോൺ. സാമുവൽ ജോൺ, ഈ മുഖം എനിക്ക് പരിചയമില്ല. ഹലോ. തോമസേ, എവിടെയുള്ളത്? സാർ, ഞാൻ ഹൈവേയിലുണ്ട് സാർ, ചെക്കിങ്ങിലാണ്. തോമസേ, ഹൈവേയിൽ ചെക്കിംഗ് ഒന്നുകൂടി സ്ട്രോങ് ആക്കണം. സാമുവൽ ജോണിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളൊന്നുകൂടെ അലേർട്ടാകണം. സാർ. ഹലോ. ഹലോ, കാട്ടിഞ്ചിറ പള്ളിയിൽ നിന്ന് അച്ഛനാണ്. അച്ചോ, കാട്ടിഞ്ചിറ ചെറിയ പള്ളി വരെ ഒന്ന് വരണം.
തോമസ് ഫിലിപ്പ്, ഫിലോമിന, സാമുവൽ ജോൺ, ജോസഫ് തെരേസ്യ, വരിത്തോട്ടത്തിൽ ഹൗസ് സൗത്ത് പിയോ, പാലച്ചോട്. സാറേ, ഈ ജോസഫിൻ്റെ വീട് ഇവിടെ തന്നെയാണെന്ന് അറിയാൻ കഴിഞ്ഞു. അകത്ത് ആളില്ലാന്ന് തോന്നുന്നു സാറേ. പ്രദീപേ, അപ്പുറത്ത് പോയി നോക്ക്. സാറേ, കഴിഞ്ഞ 3 ദിവസം പത്രങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പുറത്തോടെ നോക്ക്. സാറേ, ഈ ഡോർ ഓപ്പണാ. സാറേ, സൂക്ഷിക്കണേ. എൻ്റെ പത്രസെട്ടൊന്ന് വേഗം നടക്കും, അല്ലെങ്കിൽ നമ്മളവിടെ എത്തുമ്പോൾ സാധനം ഉണ്ടാവില്ല കേട്ടോ. എത്ര ചേട്ടാ, പോലീസ് ഉണ്ടല്ലോ. നിങ്ങൾ ജോസ് ഗാർഡൻ്റെ റബ്ബർ ഷീറ്റ് എന്തെങ്കിലും മാറ്റിക്കണോ? സാറിപ്പോൾ എവിടെ ഉള്ളത്? സാറ് ഞാൻ എപ്പോഴും തിരിച്ചു വിളിക്കട്ടോ. എന്താ സാറേ പ്രശ്നം? ഒന്നുമില്ല, ഞങ്ങൾ ഈ വീട് വരെ വന്നാ. ഇവിടെ ആളില്ല? ഇല്ല, ഒരു 2 ദിവസമായി. നിങ്ങളെ വീട് എവിടെയാണ്? എൻ്റെ വീട് മുകളിലാണ്. നിൻ്റെ മുകളിലെ സാറേ. എന്ത് ചെയ്യണ്? ഞാൻ ഇവിടെ തന്നെ ടാപ്പിങ്ങാ.
സാറേ സാറേ ഇതെവിടെ? സാറേ ആ ഡോർ ലോക്കാണ്. ഷാജി, ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്, അതെവിടെയെന്ന് കണ്ടു. സാറേ മാഗ്നറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതുമല്ലൊന്നും പ്രിൻ്റ് ഉണ്ടാവില്ലടോ, ഇത് ചെയ്തതിനൊക്കെ ഭയങ്കര വിദഗ്ധന. സാർ ഷാജി, ആ ജനലും വാലൊക്കെ തുറന്നിട്ട്. ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട് സാറേ. പെട്ടെന്ന് ഇൻക്വസ്റ്റ് എടുത്താണ് ഏർപ്പാടാക്കും. ഓക്കെ സാർ. അധികം വൈകല്ലേ. ഈ മാർക്ക് ചെയ്യുന്ന സമയത്ത് എവിടെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. ആ ഓക്കെ സാർ. നമ്മളതിനനുസരിച്ച് നിന്നാൽ മതി. നിങ്ങൾ? ഞാൻ ജേക്കബ്, ഇവിടുത്തെ ജോസഫിൻ്റെ ചേട്ടനാണ്. നിങ്ങളോ? അയൽക്കാരാണ് സാറേ. അയൽക്കാരാണ്. നിങ്ങളുടെ വീട് എവിടെയാണ്? ഇവിടെ കുറച്ച് അപ്പുറത്താണ് സാർ. ജോസഫിന് നിങ്ങൾ അവസാനമായിട്ട് കണ്ടത് എപ്പോഴാണ്? കുറച്ച് ദിവസം മുമ്പ് പള്ളിയിൽ വെച്ചിട്ടാണ് സാറേ. നിങ്ങൾ എത്ര മക്കളാണ്? ഞങ്ങൾ 4 മക്കളാണ് സാർ. ഈ സ്വത്തും പുരയിടമൊക്കെ നിങ്ങൾ ഭാഗം വെച്ചിട്ടുണ്ടോ? അത് അപ്പനുള്ള കാലത്ത് തന്നെ ഭാഗം വെച്ചതാണ്. ഈ റബ്ബർ തോട്ടമൊക്കെ എത്ര ഏക്കർ വരും? ഒരു 10-12 ഏക്കർ ഉണ്ടാവും. ഈ മണലെന്ന് കൂട്ടിയതാണ്? ഇത് കുറച്ച് നാളായി സാറേ കൂട്ടിയിട്ട്. ഈ റബ്ബർ തോട്ടത്തിൽ എവിടെയെങ്കിലും കൂറിയ വെള്ളക്കെട്ടോ? ഇവിടെ കോറിയും വെള്ളക്കെട്ടൊന്നുമില്ല സാറേ. തൊട്ടപ്പുറത്തൊരു കിണറുണ്ട്. ഈ തോട്ടം കംപ്ലീറ്റ് ജോസഫിൻ്റെ പേരിലാണ്? അതെ സാറേ. ഒരു വള്ളിക്കെട്ട് കേസ് എന്ന് പെടുന്നില്ല സാറേ? അതെ സാറേ, ഞാൻ പറഞ്ഞ കിണറ്. ഷാജി, ആ ടോർച്ച് വന്നേ. ഷാജി, ആ ചാക്കൊന്ന് വലിച്ചിരിക്കുക. ഒന്ന് സഹായിച്ചു കൊടുക്കേ. ഹലോ സാറേ. സാറേ, ഞാൻ ഇവിടെ ക്രൈം സ്പോട്ടിൽ എത്തിയിട്ടുണ്ടല്ലോ. ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? തോമസേ,
അവിടെ ജോസഫ് മിസ്സിംഗ് ആണ്. ഇവിടെ കിണറ്റിൽ ചാക്കിൽ കല്ല് കെട്ടി താത്തിയായിട്ട് കാണുന്നുണ്ട്. അതൊരു ഹ്യൂമൻ ബോഡിയാണെന്നാണ് സംശയം. അതൊന്നുകിൽ കാണാതായ ജോസഫിൻ്റെ ബോഡിയാകാം, അതല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് നടന്ന സാമുവൽ ജോണിൻ്റെ ബോഡിയാകാം. യെസ്, ഇതിൻ്റെ പിന്നിൽ വേറൊരാളാണ്. An unknown man behind these crimes.